Hello, I'm Casper, the lucky mascot of CurryandSpicesRanjusOwn. Keep watching. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് വട്ടയപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. റാഗി പൗഡർ, 1 കപ്പ് റാഗി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml ഗ്ലാസിൻ്റെ 1 കപ്പ്. അപ്പം റാഗി ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഇതേപോലെ പൗഡറായിട്ട് തന്നെ പാക്കറ്റിൽ കിട്ടും. പിന്നെ പഞ്ചസാര 6 ടേബിൾ സ്പൂൺ. വട്ടയപ്പത്തിന് കുറച്ച് മധുരം വേണം, അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 6 ടേബിൾ സ്പൂൺ എടുത്തത്. പിന്നെ അരിപ്പൊടി, ഇപ്പം ഞാൻ പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കപ്പി കാച്ചാനായിട്ടാണ്. ഇപ്പം പുട്ടുപൊടി അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടി, പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം. പിന്നെ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഞാനിപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്, അപ്പം ഡയറക്റ്റ് നമ്മൾ ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇടാം. ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ കിസ്മിസ്, അത് ആവശ്യത്തിന് നമുക്ക് എത്ര വേണോ അത്. ഞാനിപ്പം 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. കിസ്മിസും പിന്നെ കാഷ്നട്ട് വേണ്ടവർക്ക് കാഷ്നട്ട്. എൻ്റെ കയ്യിൽ കാഷ്നട്ട് ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ കിസ്മിസ് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ തേങ്ങ ഗ്രേറ്റ് ചെയ്തത് 1 കപ്പ്, അതും 250 ml ഗ്ലാസിൻ്റെ മെഷർമെൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് ആവശ്യത്തിന്, അതേപോലെ തന്നെ വെള്ളവും ആവശ്യത്തിന്, അരച്ചെടുക്കാനായിട്ടുള്ള വെള്ളം. ഫസ്റ്റ് ഒന്ന് നമുക്ക് കപ്പി കാച്ചിയെടുക്കാം. അതിനായിട്ട് അരിപ്പൊടി, ഇതേപോലെ കുറച്ച് വെള്ളവും നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കാച്ചിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ കുറുകുകയും ചെയ്യും, എന്നാൽ അരിപ്പൊടി ഒന്നും വേവുമില്ല. അപ്പം എപ്പോഴും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ കപ്പി കാച്ചിയെടുക്കാവൂ. ഇതെല്ലാം വെന്തു, നമ്മളുടെ കപ്പി റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയും ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മളുടെ ഈ റാഗിപ്പൊടി ഒന്ന് ചൂടാക്കിയെടുക്കണം. പാനൊന്ന് ചൂടായി, ഇതിലേക്ക് റാഗി പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്, കാരണം അല്ലെങ്കിൽ എല്ലാ സൈഡും നമുക്ക് ഒരേപോലെ ഇളക്കി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു സൈഡ് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പൗഡർ മുഴുവനും ഒന്ന് ചൂടാവണം. ഫ്രൈ ഒന്നും ആവേണ്ട, ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരു വീറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയിൽ ഇതേപോലെയാണ് ഞാൻ ഗോതമ്പ് പൊടി ഒന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. അപ്പം അതേപോലെ തന്നെയാണ് ഈ റാഗി പൗഡറും ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് വേണം നമുക്ക് നമ്മളുടെ വട്ടയപ്പം ഉണ്ടാക്കാൻ. ഓൾമോസ്റ്റ് ഒരു 2 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റോളമായി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ വട്ടയപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ മുമ്പേ ചൂടാക്കി വെച്ച് നമ്മുടെ റാഗി പൗഡർ ഒന്ന് തണുത്തിട്ടുണ്ട്. റാഗി പൗഡർ, പിന്നെ മുമ്പേ കപ്പി കാച്ചി വെച്ചില്ലേ അതും, പിന്നെ പഞ്ചസാര, ഏലക്കാപ്പൊടി, ഈസ്റ്റ്, ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് റാഗി എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഏത് പാത്രത്തിലാണോ നമ്മൾ പൊങ്ങാൻ വെക്കുന്നത് അതിലോട്ടൊന്ന് ഒഴിക്കുക. ഇനിയും തേങ്ങ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ തേങ്ങയും നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ഇനി അതും കൂടെ ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മളുടെ മിക്സറിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അത് നമുക്ക് പൊങ്ങി വന്നതിന് ശേഷം മാത്രം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ലാസ്റ്റ് ഇപ്പം നമ്മൾ തേങ്ങ അരയ്ക്കത്തില്ലേ, അരച്ച് കഴിഞ്ഞിട്ട് ഈ റാഗി മിക്സറും കൂടെ അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സായി കിട്ടിക്കോളും. ഓക്കെ, ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. നമ്മൾ ഈ ബാറ്റർ അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം, എന്നാൽ ഭയങ്കര തിക്കുമാവാൻ പാടില്ല. ഈ ബാറ്റർ ഒന്ന് നമുക്ക് പൊങ്ങാനായിട്ട് വെക്കണം. അതൊരു 3 to 5 hours, 3 മണിക്കൂർ മിനിമം. കാരണം ചൂടൊക്കെ ആണെങ്കിൽ 3-3.5 മണിക്കൂർ കൊണ്ട് പൊങ്ങിക്കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 5 hours വരെ വേണ്ടി വരും പൊങ്ങാനായിട്ട്. ഈ അപ്പത്തിൻ്റെ ബാറ്ററൊക്കെ ഒന്ന് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മാവ് പൊങ്ങാൻ വെച്ചിട്ടൊരു 3.5 മണിക്കൂറോളം ആയിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക.
ഇനി ഉപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വെക്കാം. ആ സമയത്ത് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മളിപ്പം സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത് അതൊന്ന് നെയ്യൊക്കെ പുരട്ടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതേപോലെ ഒരു പാത്രത്തിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് കേക്ക് ട്രേ ആണെങ്കിൽ അതേപോലെ, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലും മതി. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സൈഡിലും എല്ലായിട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഈ ബാറ്റർ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. നമ്മൾ ഒഴിക്കുമ്പം ഒരു 1/4 ഭാഗേ ഒഴിക്കാവുള്ളൂ. കാരണം കുറച്ചൊന്ന് പൊങ്ങും, ഈസ്റ്റ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ചൊന്ന് പൊങ്ങും. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് ഏത് പാത്രമാണെങ്കിലും അത് ഫുള്ളായിട്ട് ഒഴിക്കരുത്. ഒരു 3/4 ആയിട്ട് ഒഴിക്കാവുള്ളൂ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം പാത്രം ഞാൻ അതിനകത്തേക്കൊന്ന് വെച്ചു. ഇനിയും അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ്സ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട്, ഇപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ലോ ആക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് വേവിച്ചെടുക്കുക. അപ്പം നിങ്ങൾ കിസ്മിസോ കാഷ്നട്ടോ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മുകളിലേക്ക് ഇടുക. കാരണം ഇപ്പോഴേ നമ്മൾ ഇട്ട് കൊടുത്താൽ ഈ കിസ്മിസും കാഷ്നട്ടും ഒക്കെ താഴോട്ടങ്ങും പോവും. ഇത് പകുതി വേവായിട്ട് ഈ കിസ്മിസും കാഷ്നട്ടൊക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കിസ്മിസൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 30 മിനിറ്റ്സോളായി. ഈ ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് കുത്തി നോക്കുക. ഇതിനകത്തൊന്നും പിടിക്കുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇത് വെന്തു എന്ന് മനസ്സിലാവണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാനൊരു 30 മിനിറ്റ്സോളം വെച്ചപ്പോഴാണ് എനിക്ക് ഇടയ്ക്കൊന്ന് നോക്കിയപ്പം വെന്തിട്ടില്ലായിരുന്നു. 20 to 30 മിനിറ്റ്സ് വേണ്ടി വരും. ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റാം. അപ്പം നമ്മുടെ വട്ടയപ്പം തണുക്കാൻ വെച്ചിട്ടൊരു 10 മിനിറ്റോളായി. ഇനി ഒരു നൈഫ് എടുത്തിട്ട് ഇത് സൈഡൊന്ന് വിടിയിച്ചു കൊടുക്കാം. നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡി. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തിനും നല്ലതാണ്, എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.